അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നൂഡിൽസിൻ്റെ ബിരിയാണിയാണ്. അതിനകത്തൊരു മുട്ടയും കൂടെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വീഡിയോ കട്ടായിട്ടുണ്ട്. ഇത് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ 2 വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ. എപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നില്ലേ. അപ്പോൾ ഇതാണ്ട് ഞാൻ ആ നൂഡിൽസ് എല്ലാം നല്ല റെഡിയാക്കി. കാരണം ഞാൻ 3 നൂഡിൽസാണ് 3 സ്ക്വയർ കണക്കത്തെ 3 നൂഡിൽസ് എടുത്ത് പൊടിച്ച് വെള്ളത്തിനകത്ത് സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന കണക്ക് തന്നെ വെള്ളം വെച്ച് ഉപ്പിട്ട് അത് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക മറ്റ് സാധനങ്ങളെല്ലാം ഇട്ട് വേവിച്ചിട്ട് ആ എണ്ണയ്ക്കകത്ത് അത് ഊറ്റി മാറ്റിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ബ്രെഡ് വറുത്ത് കോരി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെച്ചേക്കാണ്. ഇതിന് മാറ്റണം. അപ്പോഴത്തേക്കിനകത്തൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂഡിൽസിൻ്റെ റൈസ് ഉണ്ടാക്കുന്നതൊക്കെ റൈസ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ റെഡിയായി. അതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റാം. ആ ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ നമുക്ക് സവാള ഇടാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ചതച്ചിടാം. അപ്പോൾ ഈ ഉള്ളിക്കകത്ത് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് തക്കാളി ചേർക്കാം. നല്ലോണം വഴറ്റണം. ചിക്കൻ ഞാൻ നല്ലോണം നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് വറുത്ത് വയ്ക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് ഈ ചോറിലോട്ട് മാറ്റണം. ചോറല്ല, നമ്മളെ നൂഡിൽസിലോട്ട് ബ്രെഡും ഇട്ട് മിക്സ് ചെയ്യണം. ഇതിന് ചൂട് പോവാതെ അടച്ച് വയ്ക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയൊക്കെ നല്ല വഴണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് മസാല ചേർക്കാം. ഇത് ഞാൻ വറുത്ത് പൊടിച്ച ചിക്കൻ മസാല, എല്ലാ മസാലയും ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു. നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ശകലം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇത് ഇതിനകത്തോട്ടിടാം. നമുക്ക് ഈ ചിക്കന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഒഴിച്ചിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇതിനകത്ത് എല്ലാ മസാലയും ചേർത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഓരോ ചിക്കൻ എടുത്ത് അതിലോട്ടിടാം. എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി അടച്ചു വയ്ക്കുക. കുക്കറിനകത്താക്കിയിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ കേട്ടോ. കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മളെ നൂഡിൽസ് ബിരിയാണി. അപ്പോൾ എല്ലാം നല്ലോണം ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാം ആക്കി വെച്ചേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ആ ബ്രെഡൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഒറ്റ വിസിൽ കേട്ടോ. ചിക്കനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലോണം തീ കുറയ്ക്കുക. എന്നിട്ട് നമ്മുടെ നൂഡിൽസ് ഇതിലോട്ട് ഇടുക. നൂഡിൽസ് നമുക്ക് ചിക്കനിലോട്ട് തട്ടാം. ഞാൻ നൂഡിൽസ് വെച്ച പാത്രത്തിൽ തന്നെ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ്ട് ചെറിയൊരു ചൂട് കൊടുത്തിട്ട് ഈ നൂഡിൽസ് നമുക്ക് ഈ ചിക്കൻ്റെ മേലിലോട്ട് നമുക്ക് ആക്കി വയ്ക്കാം. ഇട്ട് തീ കുറയ്ക്കുക. പരമാവധി തീ കുറച്ച് നല്ലൊരു ചൂട് കൊടുക്കുക. കണ്ടില്ലേ, ഇനി ഇത് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുന്നുടനെ നമുക്ക് ചോറ് എടുക്കാവുന്ന പരുവായിരിക്കും. അപ്പോൾ എൻ്റെ
നൂഡിൽസ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഞാൻ പറയണ്ട, അത് സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം അത്രയ്ക്ക് നല്ല നൂഡിൽസ് തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ മസാലകളും എല്ലാം ചേർന്നുള്ള നൂഡിൽസ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസിന് പകരം നമുക്ക് ഈ നൂഡിൽസ് വെച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ദാണ്ടെ നാരങ്ങയുടെ പകുതിയല്ല, കുറച്ച് ഭാഗം നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ശകലം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പം കഴിക്കാനുള്ള സമയം ആയില്ല, അതുകൊണ്ട് ഞാൻ പ്ലേറ്റിലോട്ട് എടുക്കുന്നില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കണ്ട ചിക്കനൊക്കെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റോടുകൂടി എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ലൊരു അടിപൊളി നൂഡിൽസ്. കണ്ടില്ലേ, ചോറൊക്കെ നല്ല നൂഡിൽസൊക്കെ നല്ല പയറ് കണക്കിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ചിക്കനൊക്കെ കണ്ട നല്ല വെന്ത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നൂഡിൽസ് ചിക്കൻ ഇവിടെ റെഡി. ഓക്കെ, അടുത്ത ഒരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.